നമസ്കാരം പ്രിയ മാന്യ ശ്രോതാക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പലതരത്തിലുള്ള ആവാഹന മന്ത്ര തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലൊന്നാണ് പ്രേതത്തെ ആവാഹിക്കുക, പിതൃക്കളെ ആവാഹിക്കുക, അല്ലെങ്കിൽ നമുക്ക് മോശമായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്ന എനർജി എന്താണോ ആ എനർജിയെ ആവാഹിച്ച് ഇരുത്തുക എന്നുള്ളൊരു സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. തന്ത്രശാസ്ത്രത്തിലായാലും ഏതെങ്കിലും ഗ്രന്ഥത്തിലായാലും ശരി, ആവാഹന പ്രക്രിയകളെയും കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങളിൽ ചിലരെങ്കിലും ചെന്ന് നല്ല രീതിയിൽ വെട്ടിൽ വീഴാറുണ്ട്. ദുരിതമായിട്ട് നിൽക്കുന്ന അവസ്ഥയിലുള്ള എന്തിനെയാണോ അതിനെ ആവാഹിച്ചിട്ടും തങ്ങൾക്ക് ദുരിതം മാറുന്നില്ല എന്നുള്ളൊരു പരാതി പരക്കെ നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാരണങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന്, ഈ ആവാഹനത്തെക്കുറിച്ച് യാതൊന്നും അറിയത്തില്ല എന്നുള്ളതാണ്. മന്ത്രം ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും, ആവാഹിക്കുന്ന ഒരു രീതിയുണ്ട്. അതെന്തിനെയാണോ ആവാഹിക്കുന്നത് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. എല്ലാ വിധത്തിലുള്ള ബാധയും ഒരേപോലെ ആവാഹിക്കാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്, ഈ ആവാഹനം ചെയ്തു കൊണ്ടുപോയി ഇരുത്തുക എന്ന് പറയുന്നു. ശരിയാണ്, അങ്ങനൊരു സമ്പ്രദായമുണ്ട്. തന്ത്രശാസ്ത്രത്തിൽ അതിന് വേറെ വിധാനങ്ങളാണുള്ളത്. ഈ പറഞ്ഞ ആവാഹനവും ബാധത്തെ ഇരുത്തലും, അല്ലെങ്കിൽ മരപ്പാവകളിലേക്ക് ബാധകളെ ആവാഹിക്കുക, അതുപോലുള്ള സമ്പ്രദായങ്ങൾ ചെയ്യുന്നത് ശരിക്കും കവള സമ്പ്രദായത്തിലാണ്. കാരണം കവള സമ്പ്രദായത്തിൽ അല്ല എങ്കിൽ ഈ ബാധ അവിടെ നിന്നല്ലെങ്കിൽ നാളെ അത് കെട്ടുപൊട്ടിക്കുമെന്നതിൽ സംശയമില്ല. കാരണം അതിൻ്റെ വിധാനങ്ങൾ വേറെയാണ്. ആ വിധാനങ്ങളിൽ മാത്രമേ അവർക്ക് ശാന്തി ലഭിക്കുകയുള്ളൂ. മറ്റേ രീതിയിൽ അവർക്ക് കാര്യങ്ങൾ അറിയാം, ഗ്രഹിച്ചവരാണെങ്കിൽ അവർക്ക് കാര്യങ്ങൾ അറിയാം, അവർ ചെയ്യും. എങ്കിൽ പോലും അതിന് 90% മാത്രമേ പറയുവാൻ സാധിക്കത്തുള്ളൂ. അതങ്ങനെ ഒരു വശത്ത് അങ്ങനെ നിൽക്കട്ടെ. ചില ആൾക്കാർ, എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരും ഞാൻ അടച്ചു പറയുന്നത് ശരിയല്ല. കാരണം ഇതിനെ ഗ്രഹിച്ചവരുണ്ട്. ഒരുപാട് ആൾക്കാർ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും ജ്ഞാനിയാണെന്ന് പറയാൻ കഴിയില്ല. ആരും ജ്ഞാനികളല്ല. പക്ഷേ അറിവെന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്. അറിവുള്ളവൻ അറിവുള്ളതുപോലെ പഠിച്ചത് ചെയ്യട്ടെ, അറിവില്ലാത്തവൻ എന്താണ് ചെയ്യേണ്ടത്? ഈശ്വരനാമം ജപിച്ചുകൊണ്ട് സൽഗതി വരട്ടെ എന്ന് 10 പ്രാവശ്യം പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. അപ്പോൾ അറിവുള്ളവൻ അവൻ എന്താണോ പഠിച്ച സംഗതി അത് പ്രയോഗിക്കട്ടെ, അത് പ്രയോഗിക്കരുതെന്ന് പറയുന്നില്ല. ഇപ്പം എന്ന് പറയുന്ന ഉപദേശ തത്വം ഈ പ്രേതാവാഹനവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ പ്രേതത്തെ ആവാഹിക്കുന്നത്? ഈ പ്രേതത്തെ ആവാഹിച്ചു കഴിഞ്ഞാൽ ആവാഹിക്കുന്ന ആൾക്കാർ പറയുന്നത് പിന്നെ ഒന്നും ചെയ്യണ്ട, പിന്നെന്താ അതൊന്നും ചെയ്യണ്ടേ? മുഴുവൻ പിതൃക്കളെയും, നമുക്ക് മോശമായിട്ട് നിൽക്കുന്ന മുഴുവൻ പിതൃക്കളെയും പ്രേതത്തെ ആവാഹിച്ച് കൊണ്ടുപോയി ഇരുത്തിയിരിക്കുക ശിവഗിരിയിലോ അല്ലെങ്കിൽ എവിടെയാണോ ഏതെങ്കിലുമൊക്കെ പുണ്യസങ്കേതത്തിലേക്ക് കൊണ്ടുപോയി. ഈ പുണ്യസങ്കേതത്തിൽ ഇരുത്തേണ്ട ആളാണോ പ്രേതാത്മാക്കൾ അല്ലെങ്കിൽ പിതൃക്കൾ? നടക്കത്തില്ല. വെറുതെ പറയുന്ന ഒരു സമ്പ്രദായമാണ്. ഇനി അഥവാ കൊണ്ട് ഇരുത്തി എന്ന് വെച്ചോ, എത്ര പേര് വാർഷികാചാരം ചെയ്യും? ഒരാളെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല ഒരു ദിവസം, അല്ലെങ്കിൽ വർഷത്തിലൊരു ദിവസം കൊടുക്കാൻ കഴിയാത്ത നമ്മൾ കൊണ്ടുപോയി ഒരു പ്രേതാത്മാവിനെയാണെങ്കിൽ ഒരു പിതൃവിനെ എന്ന സങ്കല്പത്തിലാണ് കൊണ്ടുപോയി എവിടെയെങ്കിലും ഇരുത്തിയിട്ട് 12 മലയാള മാസം കൂടുമ്പോൾ ഒരു ദിവസമെങ്കിലും ചെല്ലാൻ നമുക്ക് ഇരുത്തിയ സ്ഥലത്ത്
അങ്ങനെ എത്ര പേര് പോകുന്നുണ്ടെന്ന് പ്രിയ ശ്രോതാക്കളൊന്ന് ആത്മപരിശോധന ചെയ്യുക. എത്ര പേര് പോകുന്നുണ്ട്? ഒരു തിരിയാകട്ടെ, ഒരു ഗ്ലാസ് വെള്ളമാകട്ടെ കൊടുക്കാൻ ആര് പോകുന്നുണ്ട്? വാർഷികാചാരം ചെയ്യുക. എല്ലാവരും കൊണ്ട് ഇരുത്തിയും. കാരണം എന്താ? മടി. ചെയ്യാൻ മടി. ചെയ്യണ്ടല്ലോ. ഇങ്ങനെ ആരെങ്കിലും വന്ന് പറയാം അവിടെ ഇരുത്തിയാൽ പിന്നെ യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അവിടെ പോയി അങ്ങോട്ട് ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യണ്ടല്ലോ, അവിടെ ഇരിക്കുകയല്ലേ. വിഡ്ഢിത്തം. ഒരാത്മാക്കളെ ആവാഹിക്കാൻ കഴിയില്ല, ഒരാത്മാക്കളെയും പറഞ്ഞു വിടാനും കഴിയില്ല. പക്ഷേ കഴിയും. അതിന് സത്മന്ത്രങ്ങൾ കൊണ്ട് കഴിയില്ല. അതിന് കഴിയുന്ന മന്ത്രതന്ത്രങ്ങളും കാര്യങ്ങളും വേറെയുണ്ട്. വേറെയുള്ള മന്ത്രാദി തന്ത്രങ്ങളല്ലല്ലോ ഇവിടെ പ്രയോഗിക്കുന്നത്. അങ്ങനെ ഇരുത്തിയാലും അവിടെയും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എവിടെ ഇരുത്തിയാലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതൊരു പ്രശ്നവും ഇല്ലാത്ത രീതി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. ഇത് പ്രേതാത്മാവിൻ്റെ ദുരിതവും നമുക്ക് വരും. സൽഗതിയായിട്ട് നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ആത്മാക്കൾ ഉൾപ്പെടെ ആവാഹിക്കണം അല്ലെങ്കിൽ മന്ത്രത്തിൻ്റെ ശക്തിയാൽ കുറച്ച് സമയത്തേക്ക് കൊണ്ടുപോയി ഇരുത്താൻ സാധിക്കുന്നല്ലാതെ എന്നേക്കുമായിട്ട് അവിടെ നിന്ന് ഇരുത്താൻ കഴിയില്ല. ബാധയെ തളക്കാൻ സാധിക്കും. നെഗറ്റീവ് എനർജിയായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മോശമായ രീതിയിൽ നമ്മളെ നിരന്തരം ശല്യം ചെയ്യുന്ന ബാധ എന്ന് പറയുന്നത് എല്ലാം വെവ്വേറെയാണ്. പ്രേതം വേറെ, പിതൃ വേറെ, ബാധ വേറെ. ഈ ബാധയും പിതൃവിനെയും പ്രേതത്തെ എവിടെയാണ് ഇരുത്തുന്നത്? പ്രേതത്തെ ഇരുത്താൻ കഴിവുള്ള തന്ത്രിമാരും ശാന്തിക്കാരൊന്നും എന്തായാലും ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രേതത്തെ ആവാഹിച്ചു, ഇന്ന സ്ഥലത്തിരുത്തി. പ്രേതത്തെ എങ്ങനെയാണ് ആവാഹിക്കുന്നത്? ഇവിടെ പ്രേതത്തെ ആവാഹിക്കണമെന്നുണ്ടെങ്കിൽ മരിച്ചയാളും അയാൾക്ക് കോശം നൽകിയ പിതാവിൽ നിന്ന് കാമനയിൽ നിന്നും അയാൾ വിടുതല നടണം. ആ പ്രാണൻ അയാളുടെ മനോതലത്തിൽ നിന്ന് വിട്ടുപോകണം. ആ പ്രാണൻ അയാളുടെ മനോതലത്തിൽ നിന്ന് വിട്ടുപോയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആവാഹന തന്ത്രങ്ങളൊക്കെ പയറ്റാൻ സാധിക്കത്തില്ല. അങ്ങനെ അയാൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഈ പൂജാതി കർമ്മങ്ങൾ വരണമെങ്കിൽ ആദ്യം എന്താ ചെയ്യുന്നത്? പിണ്ടദാനങ്ങൾ കൊടുത്ത് അയാളെ വേർപെടുത്തണം. കാമനകളോടുകൂടിയിരിക്കുന്ന ശരീരം വെടിഞ്ഞ ആളുടെ മനോതല, അയാളുടെ പുത്രനോ പൗത്രനോ കർമ്മം ചെയ്യുന്ന ആളോ അയാളുമായിട്ടുള്ള ബന്ധത്തെയാണ് ആദ്യം പെടുത്തേണ്ടത്. അതിന് ഏക പോംവഴി ഒന്നേ ഉള്ളൂ, പിണ്ടദാനം. അതിനുശേഷം മാത്രമേ പ്രേതത്തെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് 1 വർഷം വരെ സായുജ്യ പൂജ ചെയ്യുക. അവിടെ സായുജ്യ പൂജ ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത്? പ്രേതശാന്തിയാണ് വരുത്തുന്നത് തിലഹവനത്തിലൂടെ. പ്രേതത്തെ അവിടെ ആവാഹിക്കാൻ കഴിയില്ല. തിലഹവനം ചെയ്ത് കഴിയുമ്പോൾ ശാന്തി വരിക, സമാധാനം കിട്ടിയാണ് പ്രേതത്തിന്. അവിടെ മോക്ഷമല്ല പ്രേതത്തിന് ലഭിക്കുന്നത്, ശാന്തി ലഭിക്കുക. അറിയാൻ മേലാത്ത ശാന്തിക്കാരും അറിയാൻ മേലാത്ത ആൾക്കാരും എന്താ ചെയ്യുന്നത്? ഞാൻ അവരവരുടെ അന്നത്തിലേക്ക് മണ്ണ് വാരിയിടുന്ന വർത്തമാനമല്ല പറയുന്നത്. കാര്യങ്ങൾ ഗ്രഹിച്ച് അറിഞ്ഞ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇതിൻ്റെ പരിണിത ഫലം ചെയ്യുന്ന ആളവരുടെ കുടുംബം അനുഭവിക്കും. യാതൊരു സംശയവുമില്ല. പ്രേതത്തെ ആവാഹിക്കാൻ കഴിയില്ല. രണ്ടാമത് പിതൃ ആവാഹിക്കാം. എന്നിട്ട് എന്ത് ചെയ്യും? ആവാഹിച്ച് എവിടെ കൊണ്ടിരുത്തും? ഞാൻ ആവാഹിച്ച് ശിവഗിരി ഗുരുദേവൻ്റെ കൂടെ ഇരുത്തി, അല്ല ഞാൻ ആവാഹിച്ച് ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഇരുത്തി. ഈ പിതൃവിനെ എന്തിനാണ് ആവാഹിക്കുന്നത്? പിതൃ എവിടെയാണ് മോശമായിട്ട് നിൽക്കുന്നത്? എവിടെയാണ് പിതൃ മോശമായിട്ട് നിൽക്കുന്നത്? ഞാൻ പിതൃക്കളെ മുഴുവൻ ആൾക്കാരെയും കൊണ്ട് ആവാഹിച്ചിരുത്തിയെന്ന് പറയുന്നത്. എവിടെയാണ് ഇവർ ദോഷമായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഏത് ഗ്രന്ഥത്തിലാണ്? പിതൃക്കൾ അഭിവൃദ്ധി തരുന്ന ആൾക്കാരാണ്. ആ കുലത്തിലുള്ളവർക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ആൾക്കാരാണ് പിതൃക്കൾ. അവരെന്തിനാണ് ആവാഹിക്കുന്നത്? പിന്നെ യഥാർത്ഥത്തിൽ എന്തിനാണ് ആവാഹിക്കേണ്ടത്? ബാധ. എന്താണ് ഈ ബാധ? പലതരത്തിലുള്ള ബാധകൾ കാണാം. കർമാദി കർമ്മങ്ങൾ ചെയ്യാതെ കണ്ട് അപമൃതി വരിച്ചു പോയ, പാശമൃതി വരിച്ച
ജലമൃതി മരിച്ച, ഗർഭിണി മൃതി മരിച്ച, വിഷമൃതി മരിച്ച, അങ്ങനെ ഒരുപാട് കാമനകളൊന്നും പൂർത്തീകരിക്കാതെ കൊണ്ട് അപമൃതി വരിച്ച ആൾക്കാർ, അവരാണ് ബാധ എന്ന് പറയുന്നത്. ഇനി ബാധ എന്ന് പറയുന്ന വേറെ തലങ്ങളുണ്ട്. ബാധയായിട്ട് നിൽക്കുന്ന ചില ആരാധനമൂർത്തികളുമുണ്ട്. അങ്ങനെയുള്ള ആരാധനമൂർത്തികളുമുണ്ട് ബാധരൂപേണയൊക്കെ നിൽക്കുന്നത്. ദുരിതമുഖത്ത് നിൽക്കുന്നത്. അതിലൊന്നാണ് ഗുളികൻ. ഗുളികനെ ആവാഹിക്കാൻ ചങ്കുറപ്പുള്ള തന്ത്രിമാരുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് പറയണം. അപ്പം ഇങ്ങനെയുള്ള മോശമായിരിക്കുന്നതായ ബാധകളെ, തലം വേറെയാണെന്ന് നോക്കുക. ഇങ്ങനെയുള്ള ആത്മാക്കളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബാധകളെ കൊണ്ടുപോയി ശിവഗിരിയിലല്ല ഇരുത്തണത്, ക്ഷേത്രമുറ്റത്തല്ല ഇരുത്തണത്. അതിന് വിധാനങ്ങളും സംവിധാനങ്ങളും ഉണ്ട്. ആ സ്ഥലത്തേക്കാണ് അവരെ കൊണ്ടുപോയി ഇടുക എന്നുള്ളത്. ഒന്നെങ്കിൽ ശാലപഞ്ചകം, മരപ്പാവകൾ, അല്ല എങ്കിൽ തകിടുകൾ. ഇനി ഇടുന്ന സ്ഥലങ്ങൾ അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ഇടാനും കൊണ്ടുപോയി ഇരുത്താനും പറ്റിയ സ്ഥലങ്ങൾ വേറെയാണ്. ഇത് മറ്റേതോ സമ്പ്രദായത്തിൽ നിന്ന് അല്ലെങ്കിൽ കേട്ട് വന്ന് ആരോ പറഞ്ഞത് കേട്ട് അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് 2 വർഷം കഴിയാൻ നേരത്ത് വേറൊരു ജ്യോത്സ്യനെ കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് എന്തായിരിക്കും എന്നറിയാം? നിങ്ങൾക്ക് പ്രേതബാധയാണ്, ബാധകളുണ്ട് നിങ്ങൾക്കടാ. ഇത് കുറച്ച് നാളിന് മുമ്പല്ലേ ഇതിനെ കൊണ്ട് ഇരുത്തിയത്. ഇതെല്ലാം മറന്നു കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്ന് പറയുകയാണ് ഇവിടെ നിങ്ങൾക്ക് ബാധയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോഴും ശരിയാണ്. രാശി പറയുമ്പോൾ ഗ്രഹങ്ങൾ ബാധാരൂപേണയായിരിക്കും നിൽക്കണം. നേരെ മറിച്ച് ഈ ഒരു സംവിധാനം ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ പറയുന്ന സാധനം വരേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള ബാധകളെ അകറ്റണമെന്നുണ്ടെങ്കിൽ ഇരുത്തുകയല്ല ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തൊരു സാധനമുണ്ട്, ഭൂമിക്ക് മുഴുവൻ തീയിട്ട് കളയുക. ഭൂമിക്ക് മുഴുവൻ തീയിട്ടേച്ച് നാദാന്യം വിതക്കുക. വസിക്കുന്ന സ്ഥലത്ത് മാതാശല്യം ഉണ്ടെങ്കിൽ പെര ഒഴികെയുള്ള സ്ഥലത്ത് മുഴുവൻ കത്തിക്കണം. കത്തിച്ച് നവധാന്യം വിതരണം. ശേഷം 5-6 ദിവസം കഴിയാൻ നേരത്ത് കിളുത്ത് വരും. കിളുത്ത് വരാൻ നേരത്ത് പശുവിനെ കൊണ്ട് തീറ്റിക്കണം. അത് കഴിഞ്ഞിട്ടൊന്ന് രാശിപ്രമാണം വെച്ച് നോക്കണം ഉണ്ടായില്ല എന്നുള്ളത്. പിന്നെയും നിലനിൽക്കുന്നുണ്ടെങ്കിലാണ് പിന്നെ അവിടെ ചെയ്യേണ്ട സാധനം കവളമാർഗമാണ്. അല്ലാതെ കണ്ട് ഒന്നും ഈ പറഞ്ഞ സമ്പ്രദായത്തിലേക്ക് ചെല്ലത്തില്ല. പ്രേതാത്മാക്കളെ നേരത്തെ ആദ്യമേ തുടർച്ചയിലേ പറഞ്ഞു, അങ്ങനെ ആവാഹിക്കാൻ കഴിയില്ല, ഓർക്കുക, വിഡ്ഢിത്തരമാകരുത്, ഇരുത്തുവാനോ കഴിയില്ല. ആത്മാക്കളെ ഒരിടത്തും ഇരുത്തുവാനും കഴിയില്ല. അങ്ങനെ ഇരുത്തിയാൽ എൻ്റെ ഒറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. ഈ ഇരുത്തിയ ബാധകൾ കർക്കിടകത്തിലെ അമാവാസിയിൽ വരുമോ ഇല്ലയോ ചോദ്യം. ഇതിന് മറുപടി പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. നിങ്ങൾക്ക് ഏവർക്കും സർവ്വവിധ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരിനീലിയമ്മയും സകല വടിമാന മക്കളും അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓം ഹര ഈം നമ. ശ്രീ ഗുരുഭ്യോ പാദുകാം പൂജയാമി.